നമ്മുടെ ഈ എപ്പിസോഡിൽ പലപ്പോഴായിട്ട് അധികവും മധ്യ കേരളത്തിലുള്ള ആനകളെ പറ്റിയിട്ടാണ് അധികം പറഞ്ഞിരുന്നത്. സന്ദർഭവശാൽ അങ്ങനെ വന്ന് പെട്ടു. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നതായ ഈ ഗണേശൻ എന്ന ആന, ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ എന്ന ആന ഈ വൈക്കം, പാല, മീനച്ചില തുടങ്ങിയുള്ള ഭാഗത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആനയാണ്. ഇതിൻ്റെ ഉടമസ്ഥന് വേറൊരു ഗണേശനും കൂടി ഉണ്ടായതുകൊണ്ട് ഇത് സീനിയർ ഗണേശനും മറ്റേത് ജൂനിയർ ഗണേശനുമാണ്. ഇതിപ്പോൾ ഇന്നേക്ക് 3 ദിവസമായിട്ടുള്ളൂ നേരിൽ നിന്ന് അഴിച്ചിട്ട്. നല്ല പയറുമണിമാതിരി ഉരുണ്ട് നിന്നിരുന്ന ഒരു ആന 3 ദിവസമല്ലേ ആയുള്ളൂ ഈ നീരിൽ നിന്ന് അഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അല്പം ഒരു ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ വൈക്കത്തേക്ക് എഴുന്നള്ളിപ്പിന് പോവുകയായി. ഇവിടങ്ങളിൽ ഈ മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും പ്രസിദ്ധിയുള്ളതായ ഒരാനയാണ്. ആനകളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ധാരണ ആനയ്ക്ക് ഉയരം മാത്രം ഉണ്ടായാൽ മതി എന്നാണ്. ഉയരം മാത്രം ഉണ്ടായത് കൊണ്ട് ആനയുടെ ഒരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയോ തികയില്ല. ആനച്ചന്തം എന്ന് പറയുന്നത് ഉയരം മാത്രമല്ല, എല്ലാ അംഗങ്ങൾക്കും ഉള്ള സൗഷ്ഠവത്തിനെയാണ് ആനച്ചന്തം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആന ഒരു തികഞ്ഞ ആനച്ചന്തമുള്ളതായ ആനയാണ്. ആ ആനയെ പറ്റിയിട്ടാണ് ഈ എന്താ വൈക്കത്തെ ഏറ്റവുമൊക്കെ ഞങ്ങൾ ഉത്സവത്തിന് പോകുമ്പോൾ ഈ ആനയോട് മാത്രം നമുക്കൊരു പ്രത്യേക കണ്ടു കൊതിച്ചിട്ടുള്ള ഒരു ആനയാണ്. നടക്കുന്ന പോലും നമ്മൾ ഓർത്തില്ല ഈ ആന നമ്മളെ സ്വന്തമാക്കി നമുക്ക് ഒരിക്കലും നമ്മൾ ഓർത്തിട്ടില്ല.
അങ്ങനെ ഒരിക്കൽ കണ്ട മോഹിച്ചാനെ പിന്നീട് നമുക്ക് സ്വന്തമായി. ഇപ്പം എത്ര ആനയുണ്ട്? 5 ഇവനൊരു ഗണേശൻ്റെ കാര്യം പറയുമ്പോഴേ എന്താണ് ഇവൻ്റെ ഒരു ഭംഗിയിൽ അല്ലെ അവയവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹരിയെ ആകർഷിച്ചിട്ടുള്ള ഘടകം ഏതായിരിക്കും? ഇവൻ്റെ ശരീരം, മൊത്തം ശരീരം. അതിൻ്റെ ഒരു പിന്നെ ഇതുവരെ ആനയെ സംബന്ധിച്ച് ഒരു വഴക്കോ ഒരു ഓട്ടോ ഒന്നും എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ഇത് എൻ്റെ കൈ വന്നതിന് ശേഷവും അതിന് മുൻപും ആരും അങ്ങനെ പറഞ്ഞു കേട്ടു. എന്താ യാനയ്ക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആന മനുഷ്യനോട് സംസാരിക്കുന്നവർ സംസാരിച്ച ആനയോട് സംസാരിക്കും. മോനെ എന്നെ വിളിക്കുന്നേ ചപ്പ് അതുപോലെ മറുപടി പറയും. അടിച്ചേ ഇങ്ങനെ അടിക്കുന്നേ മനുഷ്യനോട് സംസാരിക്കുന്നവരെ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും ചെയ്യും. ചിരിച്ചേ ഇങ്ങനെ ചിരിക്കുന്ന അന്ന് ഇവനെ മേടിക്കാൻ നേരത്തുള്ള പ്രത്യേകത എന്തായിരുന്നു? എൻ്റെ പ്രത്യേകത ആനയെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചെവി ഒപ്പം ഒരുപോലെ 2 ചെവി അടിക്കുന്നത്. എപ്പോഴടിച്ചാലും 2 ജോഡിക്ക് അടിക്കുന്നത്, ഒറ്റവിട്ടടിക്കുന്നില്ല. അങ്ങനെ ഒറ്റവിട്ടടിക്കുന്നത് അത് അശ്രദ്ധയാണ്. കാരണം ചിലപ്പോഴും ഓരോ ശ്രദ്ധിച്ചുകൊണ്ടേ അടിക്കുള്ളൂ. അപ്പോൾ ആന വേറെയുള്ള വീക്ഷണം അതിനകത്തുണ്ട്. അങ്ങനെ ഒരു കാര്യം അതുണ്ട്. അതിപ്പം ചെവി 2 ഒപ്പം അടിക്കുന്നത് 2 ദിവസം ശ്രദ്ധിച്ചടിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് ഒറ്റയടിക്കുക ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടി നല്ല ലക്ഷണമാണ്. ചെവി 2 മുമ്പോട്ട് ഒന്നിച്ച് വരിക, ഒന്നിച്ച് പുറകോട്ട് പോവുക, ഒന്നിച്ച് മുമ്പോട്ട് വരിക. അപ്പോൾ അടിക്കുമ്പം 2 ചെവി ഒന്നിച്ച് അടിക്കുക, ഒറ്റയ്ക്ക് അടിക്കുന്ന അവസ്ഥയിൽ അത് നല്ല ലക്ഷണം. ഒറ്റയ്ക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അടിക്കുന്നത് അവനെ സൂക്ഷിക്കണം. ഞാൻ ആദ്യമായിട്ട് അവറാച്ചനെ ഈ ആനയും കാണുന്നതേ നമ്മുടെ ഇത്തിത്ത ഒരു 4 വർഷം മുമ്പുള്ള ഇത്തിത്താനം ഗജമേളയ്ക്ക് അവിടെ കഴുകുന്നില്ല, മാറ്റി നിർത്തി കഴുകുമ്പോഴാണ് ഞാൻ ഈ ആനയെ കാണുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വലിയ ആനകളുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആന എപ്പോഴും ഭംഗിയായിട്ട് കഴുകി നിർത്തുന്ന ഒരു ആനക്കാരൻ. ഇത്തിരി നേരം കിട്ടിയപ്പോൾ 5 മണിക്ക് ആന കഴുകിയിട്ട് ഞാൻ 7-7:30 ആന റെഡിയാക്കി തലക്കെട്ടും കെട്ടി 14 കസവിൻ്റെ മുണ്ട് കൊടുത്ത് അവിടെ 14 ദിവസവും 14 കസവിൻ്റെ മുണ്ടെടുത്ത് അവിടെ 14 കസവ് ജോഡി മുണ്ട്. ഇപ്പോഴത്താണ് അതിനകത്തിരിക്കുന്ന കസവിൻ്റെ ജോഡി മുണ്ട്. ഒരു ആനക്കാരന് പോയിട്ട് ഇവിടുത്തെ ഒരു വലിയ മുതലാളിമാർ എടുക്കരുത് മുണ്ടായിരുന്നു 2 കൂടി എടുത്ത് ചെയ്തു. ആനയുടെ ഒരു ആനക്കാരൻ്റെ ഒരു വെയിറ്റ് ആനയ്ക്കും ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ആ മുണ്ട് എടുത്ത് കൊടുത്തില്ല, കാരണം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ 2 കൂടി എടുത്ത് വെച്ചിരിക്കുക. അത് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ ശരിയാവും. സെറ്റപ്പ് അവിടെയാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒരിക്കലും എൻ്റെ ഈ സംവിധാനത്തിൽ എൻ്റെ ഒരു ഗുരു എന്ന് പറയണതേ ഈ തമ്പി കണ്ണന്താനോ. അപ്പോൾ തമ്പി കണ്ണന്താനോ ഒരിക്കലും ഇങ്ങനെ ഞാൻ ആനയെക്കുറിച്ച് പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറയാനുണ്ടായി, എടോ ഇങ്ങനെ ഞാനൊരു ദിവസം കോട്ടയത്തുനിന്ന് അങ്ങനെ വന്ന വഴിക്ക് ഒരു ആനയും നടന്നു തന്നെ കണ്ടു. നമ്മൾ അതിൻ്റെ ആനക്കാരനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംവിധായകൻ അരവിന്ദ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന ആനക്കാരനായിരിക്കും എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗണേശനെയും അവന് മാത്രം അവകാശപ്പെട്ട വെരി സ്പെഷ്യൽ പാപ്പാനെയും ആദ്യം കണ്ടുമുട്ടുന്നത്. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട കൊമ്പന്മാർ തന്നെ കൺമുന്നിൽ വന്നു നിന്നാലും പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നാത്ത ആ കാലത്ത് ആനക്കമ്പം പോയിട്ട്
നമുക്ക് മനസ്സ് വരുന്നില്ല. 10 കൊല്ലായില്ലേ? അതെ, 52 ആന കയറി. 52 ആന ഇതുവരെ കയറി. 52ാമത്തെ ആന ഇത്. അപ്പൊ ഇവനിൽ എത്തുന്നതിന് മുമ്പ് 51 ആന കയറി. 51 ആന കയറി. ആ 51 ആന കയറി എല്ലാ എക്സ്പീരിയൻസുകളാണ്. 7 പേരെ കൊന്ന ഇടത്തോട്ട് സുകുമാരനാണ് വരെ കയറി. ഇടത്തോട്ട് സുമാരൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. 3 കൊല്ലം കയറിയത്. അവന്റെ മുന്നേ മറന്ന് കിടന്നത് ഇവർ നടക്കാത്ത ഈ കാല് കയറി മറന്ന് ഇങ്ങനെ കിടന്നത്. എല്ലാവരും ഇത്ര 7 പേരെ കൊന്നല്ല എന്നെ കുത്തിക്കൊള്ളാൻ വേണ്ടി കിടന്നിട്ട് ആ കൊമ്പേരോട്ട് കൈ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞ് നേരിട്ട് പോകാൻ പറഞ്ഞു. ആണോ? ഇടത്തോട്ട് സുമാരൻ. ബൈരായില് എന്ന് പറയുന്നത് ഇടത്തോട്ട് സുമാരനാണ് ഈ 2 കൊമ്പയിലും ചങ്ങലയിട്ട് രാജു ശങ്കരനാരായണ ആന ചത്തുപോയി. നമ്മളെ പൊന്നൻ അതിനൊക്കെ കൊണ്ട് ആന റെഡിയാക്കിയല്ലേ? മഞ്ചപ്പെട്ടി ചത്തുപോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയതിൻ്റെ 9ാമത്തെ ദിവസം അവർ ആന ആയിട്ട് മല്ലടിച്ച് ആന വഴി വീണ് ചാകുന്നത്, തട്ടിപ്പോകുന്നത്. അപ്പോൾ 9 ദിവസം വരെ ആ ഒരു വരുള്ളേ 9 ദിവസം വരെയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു വടക്കില്ലാത്തൊരു ആന കയറണം. അപ്പം കൊലയാനെ തന്നെ അഴിച്ച് കയറുന്ന ഒരു ശീലമാണ് എനിക്ക്. എവിടെ വടക്കുണ്ടെന്ന് പറഞ്ഞാലും വടക്കുള്ള ആന മതി എനിക്ക്. വടക്കില്ലാതെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു, കൊലയാനകളെ തേടിച്ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് മക്കളൊക്കെ വളർന്നു തുടങ്ങിയപ്പോഴായിരിക്കും വടക്കില്ലാത്ത വേണമെന്ന് അല്ലെ ഒരു സമാധാനപ്രിയനായിട്ട്. അല്ലെങ്കിൽ ഏതാണ് ഓടുന്ന ആനയുടെ പുറകെ കൂടി അമൃതവഴി കയറിയിട്ടുണ്ട് മുകളിലോട്ട്. ഓടുന്ന ആനയുടെ പുറകെ കൂടി കയറിയിട്ടുണ്ട്. തോട്ടി ഇങ്ങനെ കൂട്ടൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് തോട്ടി വഴി കയറി പോയ വഴിക്ക് തോട്ടി കൂടെ ചൊടിഞ്ഞു പോയി. അതുപോലെ കത്തിയുള്ളായിരുന്നു. അന്നേരം കയറിയൊരു പാടായി കിടന്നത് കൊന്നപ്പഴ വെച്ച് ഈ കിടന്നത് കത്തി വയറ്റേ കയറിയിട്ട് മോളിൽ കയറി. ഞാൻ മോളിൽ കയറി കഴിഞ്ഞിട്ട് ആന മുറിത്തോട്ടി കൊണ്ട് ഉടക്കി കൊണ്ടുവന്ന് വെള്ളത്തിൽ കൊണ്ടുവന്ന് അതേ പ്ലേസിൽ തന്നെ കൊണ്ടുവന്ന് ഉടക്കി ആന വെള്ളത്തിൽ കിടന്നു. അത് ഏതാനായിരുന്നു? അത് പിന്നെ പന്തല് കുഞ്ഞപ്പൻ്റെ ബാലകൃഷ്ണനാണ്. ഇപ്പം ആന തൊടുപുഴയുണ്ട്. ആന ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം ഒരു നമ്മൾ വന്ന് പെട്ടൊരു സമാധാനപ്രിയൻ ഇതാണല്ലോ. അതെ, ഒറ്റപ്പാലത്ത് അരിയുടെ ഇരുന്ന രാജഗോപാലൻ ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തതാണ്. ആ രാജഗോപാലിൻ്റെ കൊമ്പയിൽ ഇങ്ങനെ കയറി കിടന്നിട്ട് ഇങ്ങനെ കയറി കിടന്നിട്ട് ഈ പീളിയിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് കഴുകി കഴിഞ്ഞ് കൂപ്പിന്ന് ഷെട്ടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. കസേര കിടക്കുന്ന ഇങ്ങനെ കയറി കിടക്കും. കിടന്നിട്ട് ആ കൊമ്പെ പിടിച്ചിട്ട് ഇവൻ തുമ്പിക്ക് പീരിങ്ങനെ പിടിച്ചോണ്ടിരിക്കുള്ളൂ. എന്നെ കൊണ്ട് ഷെഡ് ഇറക്കുന്നിടം വരെ ഞാൻ ഇതിനകത്ത് കിടക്കുക ചുമ്മാ. നമുക്ക് ഈസി ചെയറാവും. ഈസി ചെയറായിട്ട് കിടന്നോണ്ട് പോയിട്ട് അവരെ പുഴ നടത്തുന്ന സമയത്ത് മുതലാളിമാരെല്ലാം മൂളി കയറ്റി പണിക്കാരെല്ലാം മൂളി കയറ്റി വെച്ചിട്ട് ഞാൻ ഈ കൊമ്പേരി ഇങ്ങനെ കയറി നിൽക്കും. കയറി വെച്ചിട്ട് ആ കച്ചക്കാരൻ്റെ തുമ്പിഞ്ഞ് ഇറങ്ങുന്നില്ല. ആ തുമ്പെ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്നെ കൊണ്ട് നേരെ പുഴ കടന്ന് പോകും. മനുഷ്യരി രാജഗോപാൽ അല്ലേ? മച്ചേരി കണ്ണന്റെ ആദ്യത്തെ അവരൊരു നല്ല രാജഗോപാലൻ മരിച്ചു പോയാണ്. ഗജരാജപ്പട്ടോ